കൂട്ടുകാരെ എല്ലാവർക്കും ഉജ്വനി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ചിറ്റേൻ്റെ വീട്ടിലാട്ടോ. അപ്പം ചിറ്റേൻ്റെ ചെടികളൊക്കെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു റെഡ് പൂ ഉണ്ടാവുന്ന ഒരു ചെടി. അത് നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമായിട്ട് ഇത് കാണാൻ. വള്ളിയായിട്ട് മുകളിൽ കൂടി ഫുള്ള് പടർന്ന് കിടക്കും. ഇത് പിന്നെ പുല്ലാണ്, പുല്ല് നമ്മൾ സാധാരണ പുല്ലുണ്ടാവും. ഇത് ഒരു എന്താ പറയുക, ഇതൊരു ഡാർക്ക് പച്ചയും ഒരു ചുവപ്പ് അങ്ങനത്തെ പേർപ്പിളൊക്കെ കൂടിയുള്ള ഒരു ചെടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പോപ്പിയാട്ടോ, ഇത് പൂവിട്ടിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് മുകളിൽ കൂടി ഫുള്ള് ഈ ചെടി പടർത്തിയാട്ടോ. ഇത് ഈ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ പോലെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല രസം. ഇത് ഫുള്ള് പടർത്തിയതാട്ടോ, ഇതിൽ കൂടി ഫുള്ള് പടർത്തിയതാണ്. പിന്നെ നമ്മൾ ഒരു വൈറ്റിൽ ഒരു ഗ്രീൻ ആയിട്ട് ഒരു ലവ് ഷേപ്പൊക്കെ പോലെയുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ്, കണ്ടില്ലേ നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു ലീഫ് പ്ലാന്റ് തന്നെയാണ്. ഇതൊരു ഗ്രീൻ കളറായിട്ട്. പിന്നെ ഇത് മണി പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ഇത് ഫുൾ മണി പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള. ഇത് പിന്നെ ഒരു റെഡ് കളറായിട്ട്, ഇതിൻ്റെ ബാക്കൊക്കെ റെഡാണ്. ഇത് പിന്നെ ഒരു എന്താ പറയുക, ഒരു ഗ്രേ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മുന്നിലൊക്കെ. നല്ല രസമായിട്ട് കാണാനായിട്ട്. ഇതെന്താ പറയുക, കുരുമുളക് വള്ളി പോലത്തെ ഉള്ള ഒരു ചെടിയാട്ടോ, റെഡിഷ് കളർ പോലത്തത്. ഇത് പിന്നെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് പിങ്കിഷ് കളറായിട്ടുള്ള, നിങ്ങൾ കാണുന്നില്ലേ, ലൈറ്റ് ഒരു പിങ്കിഷ് കളറായിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ലവ് ഷേപ്പിൽ പോലത്തുള്ള ഈ ചെടിയായിട്ട് നല്ല രസമുണ്ട്. ഇത് ഗ്രീൻ മാത്രമാണ്, എന്നിട്ട് ലൈനായിട്ടുള്ള ഒരു നൈസ് ചെടിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കൂട്ടുകാരെ. പിന്നെ ഇത് ചിറ്റ ബോട്ടിൽ വെച്ചതാട്ടോ, കണ്ടില്ലേ. ഇത് നല്ല രസമല്ലേ. ഇതൊരു നല്ല മോളിന് ഇത് അടി എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് പിന്നെ തെച്ചിയാണ്, പിങ്ക് തെച്ചിയാണ്. ഇത് പൂവിട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ചിറ്റ വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. പിന്നെ നിങ്ങൾ അടിയിൽ കൂടി കണ്ടില്ല. അടിയിൽ കൂടി എന്ന് പറഞ്ഞാൽ ഒരു ചെടി പടരുന്ന ഒരു ചെടിയാണ്. അത് ചിറ്റ ഫുള്ള് അടിയിൽ കൂടി പടർത്തിയിട്ടുണ്ട്, കണ്ടില്ല നിങ്ങളൊരു ഗ്രീനിഷ് കളറായിട്ട്, ഡാർക്ക് ഗ്രീനിഷ് കളറായിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ ഇത് വേറൊരു ചെടിയായിട്ട്. ഇതിൽ എന്താ കണ്ടില്ല, ഇത്ര വൈറ്റും ഇത്ര ഗ്രീന്, പിന്നെ അത് ഇങ്ങനെ അങ്ങനെ ഒരു മോഡൽ ചെടിയാണ്. പല ടൈപ്പ് ഓഫ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾ കണ്ടു, നല്ല രസമല്ലേ. ഇതിൽ വെച്ചിട്ടുണ്ട് ചിറ്റ. പിന്നെ ഇതൊക്കെ കണ്ടത് നിങ്ങൾ, ഇതൊക്കെ പിന്നെ ബോട്ടിലല്ല, അതൊക്കെ പിന്നെ ചട്ടി തന്നെ വാങ്ങിയിട്ട് വെച്ചതാണ്. ഇത് ഫുള്ള് ഇതൊക്കെ അങ്ങനെയല്ലേ. പിന്നെ അടുത്ത ചെടി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പല്ലേ, കപ്പയുടെ ഇല പോലെയാട്ടോ ഇത്. കണ്ടില്ലേ, ഒരു യെല്ലോ ആയിട്ടൊരു ഗ്രീനായിട്ട് കപ്പ തന്നെ പോലത്തെ ഒരു ഇല ചെടി. പിന്നെ ഇത് പറഞ്ഞാൽ ഇതൊരു യെല്ലോയിൽ ഗ്രീനായിട്ടുള്ള ഒരു പ്ലാന്റാണ്, നിങ്ങൾ കണ്ടില്ലേ, യെല്ലോ ഒരു ഗ്രീനായിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ഇങ്ങനെ നീണ്ടുണ്ടാകുന്നതാണ്. കുഞ്ഞു കുഞ്ഞു ഇല പൂവൊന്നും ഉണ്ടാകുന്നതാണ്, അങ്ങനെ മുള്ളു പോലെ ഉണ്ടാവുന്നതാണ് ഇത്. കണ്ട് നല്ല രസം കിട്ടും കാണാനായിട്ട്. ഇതിൻ്റെ തണ്ടൊക്കെ കുഞ്ഞാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഇവിടെ വലിയ മരമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുട്ടിക്കാരി. ഇത് പിന്നെ ഒരു വൈറ്റ് കളർ, ഇതിൽ കൂടി ലൈനായിട്ടൊരു ഗ്രീനിഷ് കളറുള്ള ഒരു പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ഇത് പിന്നെ കപ്പൻ്റെ ഇല പോലത്തുള്ള കുറേ ചെടികളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതത് കണ്ടില്ല നിങ്ങളൊരു വേറൊരു മോഡൽ ചെടിയാണ്. ഇതിൽ ചിറ്റ കുറേ ടൈപ്പ് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഗ്രീനിഷ് കളറാവുന്നുള്ളൂ, നിങ്ങൾ കണ്ടില്ലേ. ഇത് പിന്നെ കൂട്ടുകാരെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, കുറേ ഇവിടെ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. നിങ്ങൾ എല്ലാം കണ്ടില്ലേ, പല പല ടൈപ്സ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇത്. കുട്ടിക്കാരെ ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ ആണ്. അപ്പൊ എന്റെ ചിക്കന്റെ വീട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, 2 വെർട്ടിക്കൽ ഗാർഡൻ ആണ്. കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്, എന്താ പറയാ, ഈ കുരുമുളകിന്റെ ഇല പോലത്തെ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ അല്ലാതൊരു ചെടി ഇവിടെ വെച്ചതാട്ടോ വെർട്ടിക്കൽ ഗാർഡൻ എടുത്ത്. പല പല ടൈപ്സ് ഓഫ്
ചെടികളാണ് വെർട്ടിക്കൽ ഗാർഡൻ വെച്ചത്. നിങ്ങൾ കണ്ടില്ലേ, വെള്ള ലൈനായിട്ട് പിന്നെ എന്തൊക്കെയോ ടൈപ്സ് ഓഫ് ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് എന്തോ ഒരു ചെടിയാണ്. ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ അത് തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയാ ആദ്യം വെക്കുന്ന ചെടികൾ കാണിച്ചു തരാം. ഇത് പല എന്താ പറയാ ലവ് ഷേപ്പിലുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ് ലവ് ഷേപ്പിലുള്ള ചെടി ഞാൻ കാണിച്ചത്. ഒറ്റ മിനിറ്റ് കൂട്ടുകാരെ, ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് ലവ് ഷേപ്പിലുള്ള ചെടിയാണ്. നല്ല രസം കിട്ടും ഇത് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലവ് ഷേപ്പിലുള്ള ചെടിയാണ്. പിന്നെ ഇവിടെ കുരുമുളക് പോലത്തെ ചെടി ഉണ്ട്. പിന്നെ ഇവിടെ മണി പ്ലാന്റ് ഉണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടില്ല കൂട്ടുകാരെ, ഇതൊരു എലിയല്ല, ഇത് ഇങ്ങനത്തെ ഒരു എന്തോ ഒരു മോഡൽ ചെടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് കുട്ടിച്ചെടി ഞാൻ വലിയ മരമായിട്ട് കാണിച്ചു തരാറുണ്ട്. അതാണ് ഈ ചെടി. ഇതിപ്പോൾ വലിയ മരമായിട്ട് ചിറ്റ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഓരോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ചിറ്റ മരത്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് പല പല ടൈപ്സ് ഓഫ് എന്തൊക്കെയോ വള്ളികളായിട്ടുള്ള ചെടികളാണ് ഇത്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ചെടികളുണ്ട് ഇവിടെ കൂട്ടുകാരെ. ഇത് പിന്നെ തെച്ചി കിട്ടോ, നല്ല പിങ്ക് തെച്ചിയാണ്. ഇത് പിന്നെ ഒരു യെല്ലോ കളർ ബോഗൻ വില്ലിയാണ്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു ഒരു ചുവപ്പ് പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ പിങ്ക് ബോഗൻവില്ല കേട്ടോ, നല്ല രസം കിട്ടും. ചെമ്പകാണ് ഇവിടെ. പിന്നെ തെച്ചി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി ഉണ്ട്. ഇങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് ചെമ്പരത്തി ഉണ്ട് കൂട്ടുകാരി. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനി പൈനാപ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മൾ കഴിക്കാനൊന്നും പറ്റൂല കേട്ടോ. ഇതൊരു കുഞ്ഞിതാണ്. ഇത് നമ്മൾ എന്താ പറയുക ചെടിയായിട്ട് വളർത്തുന്നതാണ്. നിങ്ങൾ കണ്ടില്ല, ഒരു പൈനാപ്പിൾ ഉണ്ട്. ഇതിൻ്റെ മുള്ളിൽ കുത്താൻ സാധ്യതയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഒന്ന് കുത്തിയിൽ തൊട്ടപ്പം കണ്ടില്ല. ഇത് നല്ല രസമാണ് കാണാൻ. ഇതൊരു മിനി പൈനാപ്പിളാണ്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ പറയുക ചെടിയായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിളാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പിന്നെ ഒരു ഇലച്ചെടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു വൈറ്റിൽ ഗ്രീനായിട്ടുള്ള ചെടി. പിന്നെ ഇവിടെ കുറേ റോസൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പൂട്ടിട്ടില്ല കൂട്ടുകാരി. ഇത് പിന്നെ നമ്മുടെ ഓർക്കിഡായിട്ടോ. ഇവിടെ ഇത് രണ്ടെണ്ണോളം പൂവിട്ടുള്ളൂ. ഇതൊക്കെ കുറേ പൂട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ ഒരു ചുവപ്പ് തെച്ചി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലേ, കാണില്ലേ? പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്സ് ഓഫ് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ടേർട്ടിൽ വൈൻസും പിന്നെ അങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സും അങ്ങനെ പല ടൈപ്സ് ഓഫ് ചെടികളുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, പല ടൈപ്സ് ഓഫ് ഹാങ്ങിങ്സ് കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഫുൾ ഹാങ്ങിങ്സ് പ്ലാന്റ്. ഇതൊരു സ്മോൾ പ്ലാന്റ് ആട്ടോ, വൈറ്റിൽ ഗ്രീനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാമെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് അല്ലേ? കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കൂട്ടുകാരി, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.